നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് പഴയതുപോലെ ഒരു സ്ട്രെങ്ത് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ തന്നെയും ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ അല്ലാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെയും ഒരു തടസ്സം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ ഒരു തടസ്സങ്ങളൊക്കെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരണം എന്നൊരു കാര്യമാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. കൂടുതലായിട്ട് അവർ ചിന്തിച്ച് പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു മിസ്സിങ് താങ്ങാനാവുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നത് കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്താണോ തടസ്സമായിട്ട് നിൽക്കുന്നത്, സോ അതൊക്കെ തന്നെ ഫൈറ്റ് ചെയ്ത് തന്നെ ഇനി മുന്നോട്ട് വരാം എന്നുള്ളൊരു ഒരു ആലോചനയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ തിങ്കിങ് വുമൺ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സമയത്ത് പോലും അവരുടെ ആലോചന എന്ന് പറയുന്നത് ഏത് വിധേനയാണ് ഇനി നിങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്, ഈ റിലേഷൻഷിപ്പിനെ ഏത് രീതിയിലൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ഒരു ആലോചനയിലാണ് നിങ്ങളുടെ വ്യക്തി കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും കൂടുതൽ പേർക്കും ചിലപ്പോൾ ഒരുപാട് ഒരുപാട് തരത്തിൽ ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി കാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളും അവരും തമ്മിൽ ഫിനാൻസിൻ്റെ അത്തരമൊരു ഡിഫറൻസും കാണുന്നുണ്ട്. സോ അങ്ങനെയും എന്തൊക്കെയോ ഒരുപാട് തടസ്സങ്ങളാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ വാക്കിംഗ് എവേ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളായിക്കോട്ടെ അവരായിക്കോട്ടെ ഒരുപാട് വട്ടം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു സന്ദർഭം അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിർപ്പുകൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ പല രീതിയിലുള്ള തടസ്സങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവരായിക്കോട്ടെ ഈ റിലേഷൻഷിപ്പ് ഇനിയും വേണ്ട, അല്ലെങ്കിൽ മൂവ് ഓൺ ആവാം എന്നുള്ള രീതിയിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി ഇത് ചിലപ്പോൾ നിങ്ങൾ പരസ്പരം പറഞ്ഞു തന്നെ നമുക്കിനി ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിൽ അങ്ങനെ ഒരു സംസാരമൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അത്തരമൊരു കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും കുറച്ച് നാളൊക്കെ മിണ്ടാണ്ടിരുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിന്നും അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ നിന്നോ ആയിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൽ നിന്നോ ആയിക്കോട്ടെ ഈ ഒരു ഓർമ്മകളൊന്നും തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോകുന്നില്ല. വീണ്ടും വീണ്ടും നിങ്ങൾ ഭയങ്കര ശക്തിയോട് കൂടി തന്നെ ഇവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് സാധ്യമാവാതെ വരുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി കൂടുതലും എന്ത് തടസ്സമാണെങ്കിലും അതൊക്കെ തന്നെ ഫൈറ്റ് ചെയ്ത് തന്നെ ഇനി മുന്നോട്ട് വരാം എന്നുള്ള അത്തരമൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയുടേത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. മേ ബി നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കണം ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡ് എനർജി നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇവിടെ ഒരുപാട് ഫിനാൻഷ്യലി ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. അത് തുടക്കത്തിലേ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എന്നുള്ളത്, ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരിക്കാം. അതുമല്ലാണ്ട് കുറേ പേർക്കെങ്കിലും ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകളാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു തടസ്സം ഉള്ളതുപോലെ കാണുന്നത്. സോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വ്യക്തി ഒരുപാട് രീതിയിൽ അവർ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് എന്താ പറയുക ഭയങ്കര ഒരു ഫിനാൻഷ്യൽ ബാധ്യത ഒക്കെ ഉള്ളവരായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള കടബാധ്യതകളൊക്കെ ഉണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ അവരുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് മുഴുവൻ ആ ഒരു വ്യക്തിയുടെ കൺട്രോളിലായിരിക്കാം. സോ അതൊക്കെ കൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ടൊരു ടയർഡ് അപ്പ് സിറ്റുവേഷനിലാണെന്നുള്ളതാണ്. സോ അത്തരമൊരു അവസ്ഥ ആയതുകൊണ്ടാവണം ഇപ്പോൾ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിട്ടും വീണ്ടും ഒരു റിയൂണിയൻ പോസിബിൾ ആവാനായിട്ട് കുറച്ച് താമസം വരുന്നത്. അതുപോലെ ഇവിടെ ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് എന്നുള്ളൊരു കാർഡും അറ്റാച്ച്മെന്റ് എന്നുള്ളൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് പോലും നിങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കരമായിട്ട് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര ഡീപ്പായിട്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കാം. ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ പ്രോപ്പറായിട്ട് നടത്താനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. സോ അതുകൊണ്ട് എന്നാലും അവരുടെ മനസ്സിലെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് ഈഗർലി അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അവർ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും വീണ്ടും പഴയതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരണം എന്നവർ
കരുതുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളായിക്കോട്ടെ അവർക്കായിക്കോട്ടെ ഏതൊരു അവസ്ഥയായിക്കോട്ടെ ഏതൊരു സാഹചര്യം ആയിക്കോട്ടെ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഏത് സാഹചര്യം ആയിക്കോട്ടെ ഈ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു കണക്ഷൻ ഇഷ്ടം ഒക്കെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്ന പോലും ഇപ്പോൾ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളൊരു ഒരു കാര്യമാണ് ആ ഒരു കാർഡിലൂടെ പോലും വ്യക്തമാകുന്നത്. എന്നാലും അതിനോടൊക്കെ തന്നെ ഫൈറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കരമായിട്ടൊരു ആൻസൈറ്റി അല്ലെങ്കിൽ അവർ ഈ ഒരു സമയത്ത് പോലും ചിന്തിക്കുന്നത് നിങ്ങളെ അവർക്കിനി നഷ്ടമാകുമോ എന്ന് പോലും അവർ ചിന്തിച്ച് പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് പേരിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതായത് അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ആയിക്കോട്ടെ ഏതെങ്കിലും രീതിയിൽ ഒരു പറയാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ വേണം. ചിലപ്പോൾ തുടങ്ങി വെക്കുമായിരിക്കും കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് ഇന്നതാണ് എന്നുള്ളത്. പക്ഷേ ഒരു വ്യക്തത ചോദിക്കുമ്പോൾ അത് ഭയങ്കര ക്ലാരിഫൈ ചെയ്തൊന്നും പറയാറില്ലായിരിക്കാം ഈ ഒരു വ്യക്തി. ഒരുപക്ഷെ നിങ്ങൾ അതായത് ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ ഇട്ടിട്ട് പോകുമോ അല്ലെങ്കിൽ ഇനി ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇനി സാരമില്ല നിങ്ങൾ എന്താണ് മൂവ് ഓൺ ആകണമെങ്കിൽ ആയിക്കോ എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമോ പല രീതിയിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഭയം പോലും ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയി പോവോ എന്നുള്ള രീതിയിലൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. മേ ബി കുറച്ച് പേരെങ്കിലും നിങ്ങൾ ഒരുമിച്ചൊരു ഡിസിഷൻ ചിലപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ ഒരു ഭയങ്കര വഴക്കിടാതെ തന്നെ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കാം നമുക്കിനി ഈ റിലേഷൻഷിപ്പ് വേണ്ട മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് തന്നെ വീണ്ടും കമ്മ്യൂണിക്കേഷൻ വന്ന് വീണ്ടും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളവരും ഉണ്ടാവാം. സോ അതൊക്കെ കൊണ്ട് തന്നെ അങ്ങനെ ഒരു ടോക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരിക്കാം കുറച്ച് പേരുടെയെങ്കിലും. സോ അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് വന്ന സ്ഥിതിക്ക് അവരിപ്പോൾ ഒരുപാട് ആലോചിക്കുന്നതും ഇനി അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളിനി മൂവ് ഓൺ ആയി പോവോ അത്രയധികം നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത സ്ഥിതിക്ക് ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും അങ്ങനെയും ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സമയം അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തു നിന്ന്. അതായത് നിങ്ങളെ ഇനി നഷ്ടമാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് തന്നെയല്ല അതുപോലെ തന്നെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. എന്നാലും അതിനോട് ഫൈറ്റ് ചെയ്ത് ഇനി വരണമെന്നവർ ആലോചിച്ച് പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഒരു എനർജി കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ളൊരു അവസ്ഥയൊക്കെ മാറാനും പഴയതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത് റിലേഷൻഷിപ്പിന് വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ക്ലാരിഫൈ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡാണ് ഇത് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ റീഡിങ് ആയിട്ട് തന്നെ കാണുക, അതായത് ജനറൽ റീഡിംഗ് ആയിട്ട് കാണുക. എല്ലാവർക്കും ഒന്നും ഒരുപോലെ ഓക്കെ ആവണം എന്നില്ല. കിട്ടുന്ന കാർഡ്സിൻ്റെ എനർജി മാത്രമാണ് ഷെയർ ചെയ്ത് തരുന്നത്. സോ അത് മനസ്സിലാക്കും എന്ന് കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ് ഏത് കാർഡാണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന 5th ചക്ര കാർഡായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരുപാട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു കോൾ ആയിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ ഉടനെ തന്നെ അവർക്ക് അതായത് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഒരു കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും അതായത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ഒരു ഹിൻ്റൊക്കെ തന്ന് വെക്കും. പക്ഷേ നിങ്ങളിതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയാതെ അവർ വിട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. സോ അവർ ഈ ഒരു സമയത്ത് ആലോചിക്കുന്നതും അവരുടെ ലൈഫിൽ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. സോ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കണം. എന്ത് തന്നെയാണെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് അവരിപ്പോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇതുവരെ ഉള്ള ഒരു സ്റ്റക്നെസ് ഒക്കെ മാറി പഴയതുപോലെ ഒരു സ്ട്രെങ്ത് വന്ന് ഓക്കെ ആയി ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു കോൾ ആയിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ ഉടനെ തന്നെ അവർക്ക് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് അതിയായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്.